എല്ലാവർക്കും sfqspotന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ഓഫ് മെനി ഹ്യൂസ് എന്നുള്ള യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റിന്റെ പേര് നോക്കാം. ഓഫ് മെനി ഹ്യൂസ് എന്നാൽ പല നിറത്തിലുള്ളത് എന്നാണ് അർത്ഥം. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ. അപ്പോൾ അവിടെ താഴത്തായിട്ട് തന്നെ ഒരു കോട്ട് നമുക്ക് കാണാൻ സാധിക്കും. മായ ഏഞ്ചലു എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതായിട്ടുള്ള കോട്ടാണ്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഇസ് ബ്യൂട്ടി. വൈവിധ്യത്തിൽ ഒരു ഭംഗിയുണ്ട്. ആൻഡ് ദർ ഇസ് സ്ട്രെങ്ത്. അവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു ശക്തിയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിത്രം കാണാം. പല രാജ്യക്കാരായിട്ടുള്ള പല നിറത്തിലുള്ള പല ഭാവത്തിലുള്ള കുറേ കുട്ടികൾ. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോസാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ ചെയ്യുന്നത്? ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ചിൽഡ്രൻസ് ഒക്കെ ആ സെയിം കൺട്രി, ഒരേ രാജ്യക്കാരാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠം എന്ന് പറഞ്ഞാലും ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള രാജ്യത്ത് നിന്ന് ഒരുമിച്ച് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ഒരു കഥയാണ്. അതായത് അവൾ കേരളത്തിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അവളിപ്പോൾ താമസിക്കുന്നത് അവളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ അവളുടെ പേര് കുഞ്ഞിച്ചിരുത എന്നാണ്. ഈ പേര് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ട് തന്നെ അവളുടെ പേരും അവൾ ആ ഒരു പേരിനെ കൊണ്ടുണ്ടാകുന്ന കുറച്ച് ചെറിയ കഥകളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. വൈവിധ്യമാണ് ഭംഗി എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ പേരും അത് തന്നെയാണ്, നെയിംസ് ആൻഡ് നെയിംസ്. നെയിംസ് എന്ന് പറഞ്ഞാൽ പേരുകൾ, പേരുകൾ എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കഥയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പെട്ടിക്കോളം ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ലൈഫിൻ്റെ ആ ഒരു ഒഴുക്ക് മാറും. ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവിതത്തിൻ്റെ ഒഴുക്ക് മാറും. അനദർ കൺട്രി പറഞ്ഞാൽ മറ്റൊരു രാജ്യം. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? നിങ്ങളൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ് ടു എ ന്യൂ കൺട്രി. പുതിയൊരു രാജ്യത്തേക്ക് മാറിയതായിട്ടുള്ളൊരു ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇത്. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ് ടു ലീവ് ബിഫോർ. അവൾ ആദ്യം എവിടെയായിരുന്നോ നിന്നത് ആ ഒരു സ്ഥലത്തിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസമുള്ള മറ്റൊരു സ്ഥലത്താണ് അവൾ മൂവ് ചെയ്തിട്ടുള്ളത്. അവളിപ്പോൾ മാറിയതായിട്ടുള്ള പുതിയ സ്ഥലം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടും അവിടെ താമസിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ടുമാണ് ഈ ഒരു കഥ. നെയിംസ് ആൻഡ് നെയിംസ്, പേരുകൾ. അപ്പോൾ നമ്മുടെ കഥാനായിക കുഞ്ഞിച്ചിരുത എന്ന് പേരുള്ള ഒരു കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ ഫോട്ടോസാണ് കേട്ടോ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങാം. കുഞ്ഞിച്ചിരുത സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ്. കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അടുത്ത് നിന്നു. സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. ഗേസിങ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ സ്ട്രീറ്റിലേക്ക് തെരുവിലേക്ക് നോക്കിക്കൊണ്ട്. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അതായത് അവൾ ഈ വെഹിക്കിൾസിനെയും നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ആൾക്കാർ. ലുക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുക. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അതെന്താണ്? വിൻ്ററിൻ്റെ അവസാനം, മഞ്ഞുകാലത്തിൻ്റെ അവസാനമാണ്. ദ എയർ വാസ് വാമിങ് അപ്പ്. ആ വായുവൊക്കെ അവിടെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. എന്നാൽ ഇടയ്ക്കിടെ എന്താണ്? തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, കോൾഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ ഇപ്രാവശ്യം നല്ല തണുപ്പുള്ളൊരു മഞ്ഞുകാലമാണ് ഉണ്ടായത്. അപ്പോൾ
ഈ നമ്മുടെ ഇവിടെ മഴക്കാലം കൂടിയും കുറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മഞ്ഞ് കൂടുതലുള്ളതും കുറവുള്ളതുമായിട്ടുള്ള സീസണുകൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ, നല്ല മഞ്ഞുള്ളൊരു മഞ്ഞുകാലമായിരുന്നു ഇത്. ഇറ്റ് വാസ് ഓൺലി 5, 5 മണി ആയിട്ടേ ഉള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫാളൻ, പക്ഷെ എന്താണ്, രാത്രി വീണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഡ് ഫാളൻ എന്ന് പറഞ്ഞാൽ വീണിട്ടുണ്ട് എന്നാണ് അർത്ഥം, അതായത് രാത്രി ആയിട്ടുണ്ടെന്ന് ഉദ്ദേശം. ദ വാരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺ ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, അതല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ദിവസത്തിൻ്റെ, പകലിൻ്റെയും രാത്രിയുടെയും നീളത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, സീസണിൻ്റെ കാരണമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കുഞ്ഞിച്ചിരുതയെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. വാരിയിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ദൈർഘ്യത്തിലുണ്ടാകുന്ന വ്യത്യാസം, വാരിയിങ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അക്രോസ് സീസൺ എന്ന് പറഞ്ഞാൽ ഓരോ സീസണിനനുസരിച്ച്. നെക്സ്റ്റ് നോക്കാം. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അവള് ജൂലൈയിലാണ് എത്തിയത്. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തിയത്. ദ സൺസെറ്റ്, അപ്പം അന്ന് സൺസെറ്റ് ഉണ്ടായിരുന്നത്, സൂര്യ അസ്തമയം ഉണ്ടായിരുന്നത് 8:30ക്കാണ്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. ആ സമയത്തൊക്കെ പകൽ എന്ന് പറഞ്ഞാൽ 15 മണിക്കൂറോളം ഉണ്ടാകുമായിരുന്നു. നൗ ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. ഇപ്പോഴാണെങ്കിലോ 5 മണിൻ്റെ മുമ്പായിട്ട് സൂര്യ അസ്തമിക്കുന്നുണ്ട്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ഇപ്പോഴാണെങ്കിൽ ഈ പകൽ സമയം 10 മണിക്കൂറിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഇത്രയും വ്യത്യാസത്തിൽ വരുന്ന സൺസെറ്റ്, പിന്നെ ഡേ നൈറ്റ് ലെങ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആളെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസറൊക്കെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള ആൻസേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? ഈ ഗേറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യാനാണ് കുഞ്ഞിച്ചിരുത ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്, ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? എന്താണ് ഈ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്, ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ, ദ എയർ വാസ് വാർമിംഗ് അപ്പ് ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? ഈ ഡേ നൈറ്റിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5 ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഞാൻ അടുത്ത പേജ് നോക്കാം. കുഞ്ഞി ഷിരൂത, അങ്ങനെ ഒരു ഇംഗ്ലീഷ്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലുള്ള ന്യൂജേഴ്സിത്തെ ഒരു ഓളെ ഫ്രണ്ട് വിളിക്കുകയാണ്. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ്, ഞെട്ടിപ്പോയി. ദാറ്റ് വാസ് കേറ്റ്, ഹെർ ക്ലാസ്മേറ്റ്. അത് കേറ്റാണ്, അവളുടെ ക്ലാസ്മേറ്റ് ആണ്, സഹപാഠി. ഷി ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അവളുടെ വീടിൻ്റെ ജസ്റ്റ് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ കേറ്റ് താമസിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും കറക്റ്റായിട്ട് മലയാളം പ്രൊനൗൺസ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ കുഞ്ഞി ചിരുത എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ഓൾക്ക് കഴിയുന്ന പോലെ. ഓ നോട്ട് അഗെയിൻ, ഓ ഇനിയും ആവർത്തിക്കല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നതിനാണ് നോട്ട് അഗെയിൻ എന്ന് പറയാം. കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രെത്ത്. കുഞ്ഞിച്ചിരുത അവളുടെ സ്വന്തക്ക് ഇങ്ങനെ പറയാണ്, അതായത് ഇനിയും പറയില്ലേ എന്നിങ്ങനെ മെല്ലെ പറയാണ്. അണ്ടർ ഹെർ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെ, അതൊരു പ്രയോഗമാണ് കേട്ടോ. അണ്ടർ ഹെർ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്, പതുക്കെ എന്നുള്ളതിൻ്റെ. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്? അവൾ എന്നാണ് എൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക? അങ്ങനെ കുഞ്ഞിച്ചിരുത്ത് അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദിസ് വാസ് ഹെർ സിക്സ്ത് മന്ത് അറ്റ് സ്കൂൾ. അവളുടെ സ്കൂളിൽ 6ാം മാസമാണിത്. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അവൾ കേരളത്തിലായിരുന്ന സമയത്ത് അവൾ പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ലേൺഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഇംഗ്ലീഷ് റൈംസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകൾ. പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ
നമ്മളിപ്പോൾ ഇവിടെ LKG പോകുന്നതിൻ്റെ മുമ്പ്, അതായത് ഒരു 3 വയസ്സൊക്കെയുള്ള പ്രായത്തിലുള്ള ചെറിയ മക്കൾ പോകുന്ന സ്ഥലമാണ് പ്ലേ സ്കൂൾ പറഞ്ഞാൽ. അപ്പോൾ ഓള് ചെറുതാകുന്ന സമയത്ത് പ്ലേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമേ ഉള്ളൂ ഒക്കെ കേരളത്തിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അതായത് അത്രയും ഇംഗ്ലീഷ് അറിയാതിരുന്ന കുഞ്ഞിച്ചിരുത ഈ ന്യൂജേഴ്സിയിൽ എത്തിയ സമയത്ത് അമേസിങ് ആയിട്ടുള്ള സ്പീഡിൽ, വളരെ അത്ഭുതപ്പെടുത്തുന്ന വേഗത്തിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വേർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ സഹപാഠികളും ടീച്ചർമാരും ഒക്കെ ഭയങ്കര ദയയുള്ളവരായിരുന്നു, പിന്നെ സഹായ മനസ്കതയുള്ളവരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയയുള്ളവർ. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അവൾക്ക് സ്കൂളിൽ ഒരു സ്ട്രേഞ്ചറായിട്ട്, ഒരു അപരിചിതൻ്റെ പോലെ, അല്ലെങ്കിൽ ആ നാട്ടിൽ ഇല്ലാത്ത ഒരാളെ പോലെ ഒരിക്കലും തോന്നിയിട്ടില്ല. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ. മിസ് ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെന്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. മിസ് ഹോപ്കിൻസ് എന്ന് പറഞ്ഞ ടീച്ചറാണ് അവളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. ടോട്ട് എന്ന് പറഞ്ഞാൽ ടീച്ച്, അതായത് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ ടീച്ചർ അവളെപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ട്, അവൾക്കൊരു സുരക്ഷിതമായിട്ട്, അവൾക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നാത്ത രീതിയിലാണ് അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ഹെർ നെയിം. അവളെ ആകെ അപ്സെറ്റ് ആക്കുന്നത്, അവളെ ആകെ ഒരു ഡൗൺ ആക്കുന്ന, ടെൻഷൻ ആക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവളുടെ ക്ലാസ്മേറ്റ്സ് അവളുടെ പേര് ഉച്ചരിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. ഈവൻ മിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അവളുടെ ടീച്ചറായിട്ടുള്ള ഹോപ്കിൻസ് പോലും അവളുടെ പേര് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യൽ. ഷീ ഡിഡ് ട്രൈ ടു. ആ ടീച്ചർ ട്രൈ ആക്കും, അതായത് ശ്രമിക്കും, എന്നാലും വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. ആ ടീച്ചർക്ക് കുഞ്ഞിച്ചിരുത എന്നുള്ളതിൻ്റെ ചിരുത എന്നുള്ളതൊക്കെ കുറച്ചൊരു നല്ലപോലെ പറയാൻ കഴിയും. പക്ഷേ എങ്കിലും അവൾക്ക് ആ ഒരു കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാവിനെ കുഴപ്പിക്കുന്നതാണ് അർത്ഥം. അതായത് കുഞ്ഞിച്ചിരുത എന്നുള്ള പേരിൻ്റെ അവസാന ഭാഗം കുറച്ചൊരു കുറച്ചൊരു ഈസി ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഫസ്റ്റ് ഭാഗം ഹോപ്കിൻസിനെ സംബന്ധിച്ച് അപ്പോഴും ടഫാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നാവിന് പറയാൻ വഴങ്ങി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്, അതാണ് ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഹായ് കേറ്റ്. കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. അതായത് നേരത്തെ കുഞ്ഞിച്ചിരുതനെ കേറ്റ് പേര് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ തിരിച്ച് കുഞ്ഞിച്ചിരുത മറുപടി കൊടുക്കാൻ ഹായ് കേറ്റ് എന്ന് പറയും. കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. വേവ്ഡ് പറഞ്ഞാൽ കൈ ഇങ്ങനെ വീശും തിരിച്ച്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻഡ്. കേറ്റ് അവളുടെ ആൻറ്റിയുടെ കൂടെ, അവളുടെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ദർ വർ 24 സ്റ്റുഡൻറ്റ് ഇൻ ഗ്രേഡ് 1. 1ാം ക്ലാസ്സിൽ 24 കുട്ടികളാണുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അവളുടെ ക്ലാസ്സിൽ അമേരിക്കക്കാരല്ലാത്ത കുട്ടികളിൽ കുഞ്ഞിച്ചിരുത മാത്രമല്ല ഉള്ളത്. നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻസ്, അവൾ മാത്രമല്ല, ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. അതായത് പകുതിയോളം കുട്ടികളും, അതായത് 10-12 കുട്ടികളുടെ അടുത്ത് പകുതിയോളം കുട്ടികളും ഇമിഗ്രൻറ്റ് ഫാമിലീസാണ്. ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ കുടിയേറിയവർ, അതായത് അമേരിക്കക്കാരല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഫാമിലി, കുടുംബക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ. There were students from Canada, Mexico, Italy, the UAE, Egypt and China. അതായത് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ, അതായത് കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന തുടങ്ങിയ എല്ലാ രാജ്യത്തു നിന്നും കുട്ടികളുണ്ട് ഇവളുടെ ക്ലാസ്സിൽ. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുതയാണ് ആകെയുള്ളൊരു ഇന്ത്യക്കാരി. കുഞ്ഞിച്ചിരുത ഹാഡ് ബിക്കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. അതായത് കുഞ്ഞിച്ചിരുത കുറേ ആൾക്കാർക്ക്, കം അക്രോസ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടാറുണ്ട്. കുറേ ഇന്ത്യൻസിനെ തെരുവുകളിൽ നിന്ന്, സ്ട്രീറ്റിൽ നിന്നൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. പ്രകാശ് എന്ന് പറഞ്ഞ അയാളെ കണ്ടുമുട്ടിയ സമയത്ത് അവൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസൻറ്റ് സർപ്രൈസ്. പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു സർപ്രൈസ്. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം അർത്ഥം. അത്രയ്ക്ക് സന്തോഷമുള്ളൊരു സർപ്രൈസ് ആയിരുന്നു പ്രകാശിനെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞത്. പ്രകാശ് റാൻ എ കൺഫെക്ഷനറി
നിയർ ദ സ്കൂൾ. സ്കൂളിൻ്റെ അടുത്ത് പ്രകാശ് ഒരു കൺഫെക്ഷണറി നടത്തുന്നുണ്ട്. റാൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം, ഓടുക എന്നുള്ളതല്ല കേട്ടോ. കൺഫെക്ഷണറി എന്ന് പറഞ്ഞാൽ ഈ സ്വീറ്റ്സ്, ഡെസേർട്ട് അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉള്ള ഷോപ്പിന് പറയുന്ന പേരാണ് കൺഫെക്ഷണറി എന്നുള്ളത്. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹർ അങ്കിൾ ഹരീഷ്. കുഞ്ഞിച്ചിരുത അങ്ങനെ വിചാരിക്കുകയാണ്, തോട്ട് പറഞ്ഞാൽ വിചാരിക്കാം. പ്രകാശ് എന്ന് പറഞ്ഞാൽ അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷിൻ്റെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നങ്ങനെ വിചാരിക്കുകയാണ്. റിമാർക്കബിളി പറഞ്ഞാൽ അതിശയകരമായിട്ട് അത്രയും സാമ്യമുണ്ട് അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷ് എന്ന് പറഞ്ഞ ആളായിട്ട്. ഓൺലി പ്രകാശ് ലുക്ഡ് എ ലോട്ട് ഓൾഡർ. ഈ ഹരീഷിനെക്കാട്ടിലും കുറച്ചൊരു പ്രായമുള്ളവനായിട്ട് തോന്നുന്നതല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഹരീഷിനെ പോലെ തന്നെയാണുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തസൻ. മുത്തസൻ്റെ പോലെയുള്ള അത്രയും പ്രായമുണ്ട് ഈ പ്രകാശ് എന്ന ആൾക്ക്. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ. ഈ ഗേസ്ഡ് പറഞ്ഞാൽ നോക്കി, ക്യൂരിയസ്ലി പറഞ്ഞാൽ കൗതുകത്തോടെ. അങ്ങനെ പ്രകാശ് അവളുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി. ദ ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം ക്യാൻഡി ഫ്രം ദ സ്റ്റോർ. ആ സ്റ്റോറിൽ നിന്ന്, ആ ഷോപ്പിൽ നിന്ന് അവൾ ആദ്യമായിട്ട് കുറച്ച് ക്യാൻഡി പറഞ്ഞാൽ കുറച്ച് മിഠായികൾ വാങ്ങിയ സമയത്ത്, ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബൈ ബോട്ട്, കുറച്ച് മിഠായികൾ വാങ്ങിയ സമയത്ത്. അപ്പോൾ മുകളിലത്തെ പേജിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അതൊന്ന് നോക്കാം. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്. എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത ഷോക്കായി പോയത് അല്ലെങ്കിൽ ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ, വെൻ കേറ്റ് കോൾഡ് ഹെർ കുഞ്ഞിച്ചിരുത ഷി വാസ് സ്റ്റാർട്ടിൽഡ്. അതായത് കേറ്റ് അവളെ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച സമയത്താണ് കുഞ്ഞിച്ചിരുത ഷോക്കായി പോയത്, സ്റ്റാർട്ടിൽഡ് ആയി പോയത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻ കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. സ്കൂളിൽ അവൾക്കൊരു സ്ട്രേഞ്ചറായിട്ട്, ഒരു അപരിചിതനായിട്ട് തോന്നാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ എന്താണ്, ഭയങ്കര ദയുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ബാക്കി നോക്കാം. അടുത്ത പാരഗ്രാഫ്. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അയാളെ വിളിക്കുന്നത് മിസ്റ്റർ പ്രകാശ് എന്നാണ്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. കുഞ്ഞിച്ചിരുതക്ക് അത് പരുഷമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് തോന്നി. ഇങ്ങനെ മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കുന്നതൊക്കെ ഒരു പരുഷമായിട്ട് തോന്നി. കാരണം നമ്മളിവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏട്ട അല്ലെങ്കിൽ ഇക്കാക്ക എന്നൊക്കെ കൂട്ടിയിട്ടാണ് വിളിക്കുക. അപ്പം അങ്ങനെ അല്ലാതെ പേര് മാത്രം വിളിക്കുന്നത് അവൾക്കൊരു പരുഷമായിട്ട് തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ അവൾ പറയാണ്, അവൾ വിചാരിക്കുകയാണ്, അവൾ കേരളത്തിലായിരുന്നെങ്കിൽ എന്തായാലും പ്രകാശ് അങ്കിൾ എന്നായിരുന്നു വിളിക്കുമായിരുന്നത്. ദ നെക്സ്റ്റ് ടൈം ഷീ വെന്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അങ്ങനെ അടുത്ത സമയത്ത് അവൾ ആ സ്റ്റോറിൽ പോയ സമയത്ത് പാറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൃദുവായിട്ട് തട്ടി, അഫെക്ഷനേറ്റ്ലി പറഞ്ഞാൽ എന്താ വാത്സല്യത്തോടെ അവളുടെ തലയിൽ ഇങ്ങനെ തട്ടി. ഹെഡ് പറഞ്ഞാൽ തല. എന്നിട്ട് ചോദിക്കും, വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ. നിന്നെ എന്താണ് ജനങ്ങളൊക്കെ വിളിക്കൽ, നിന്നെ എന്താണ് ആൾക്കാരൊക്കെ വിളിക്കലെന്ന് ചോദിക്കും. കുഞ്ഞിച്ചിരുത. പ്രകാശ് ഈസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത പേര് പറഞ്ഞ സമയത്ത് പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ വികസിച്ചു. അതായത് ഒരു അത്ഭുതത്തിൻ്റെ ഒരു വിടരലിവിടായിരുന്നു. കുഞ്ഞിച്ചിരുത അത്ഭുതത്തോട് ചോദിക്കാണ്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതക്ക് ഭയങ്കര പ്രകാശിച്ചു, അവളും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു, അവളുടെ മുഖവും പ്രകാശിച്ചു. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ അവളുടെ ഫാമിലിൻ്റെ പുറത്തുനിന്നുള്ള ആൾക്കാരിൽ അവളുടെ പേര് കറക്റ്റായിട്ട് ഉച്ചരിക്കുന്നതിൽ പെട്ട ആദ്യത്തെ ആളാണ് ഈ പ്രകാശ് അങ്കിൾ. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരിലെ, പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി, ആളുടെ പേര് പെർഫെക്റ്റ് ആയിട്ട് ഉച്ചരിക്കുന്ന ആൾക്കാർ. ഷീ നോഡഡ്. നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക, അങ്ങനെ തല ഇങ്ങനെ ആട്ടുക. ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. ബീംഡ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ചിരിക്കുക. എന്താണ്, അവള് ഇങ്ങനെ തല ആട്ടിക്കൊണ്ട് സന്തോഷത്തോടെ ചിരിക്കും. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കുക ജസ്റ്റ്. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം. പ്രകാശിന് പേര് വിളിക്കുന്നത് ഒരു റൂഡാണെന്ന് അവളെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ആൻസർ ഇങ്ങനെ പറയാം. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് കോൾ പ്രകാശ് ബൈ നെയിം ബിക്കോസ് ഷീ നെവർ ഹിയർഡ് പീപ്പിൾ കോളിംഗ് സോ. കാരണം എന്താണ്, ഷി വാസ് ബോൺ ആൻഡ് ലിവ്ഡ് ഇൻ കേരള. ഇൻ കേരള കൾച്ചർ കോൾ ബൈ നെയിം ഇസ് റൂഡ്, ബട്ട് ഇൻ ന്യൂ ജേഴ്സി
ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഇറ്റ് ബിക്കോസ് ഓഫ് ദ കൾച്ചറൽ ഡിഫറൻസ്. അതായത് കേരളവും ന്യൂജേഴ്സി തമ്മിലുള്ളൊരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുചിരുതക്ക് അങ്ങനെ തോന്നാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് കുഞ്ഞുചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ് ഹെർ നെയിം കറക്റ്റ്ലി? പ്രകാശ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു കുഞ്ഞുചിരുതൻ്റെ റിയാക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്. ഷി ബിക്കെയിം ഹാപ്പി. അപ്പം നമുക്ക് അടുത്ത പേജ് നോക്കാം. പ്രകാശ് സഡൻലി സ്വിച്ചഡ് ഓവർ ടു മലയാളം. പ്രകാശ് എന്താണ് സഡൻലി പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറി. സ്വിച്ചഡ് എന്ന് പറഞ്ഞാൽ മാറി. എന്നിട്ട് ചോദിക്കും, ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈഫ് കുഞ്ഞുചിരുത? ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കുഞ്ഞുചിരുത എന്നുള്ള പേര് ഇപ്പോഴും ഉണ്ടോ എന്നാണ് ചോദ്യം. ഹി വണ്ടേർഡ് അലൗഡ്. അവനിങ്ങനെ ഈ പ്രകാശ് അങ്കിൾ ഉറക്കെ ചോദിക്കും. വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചു എന്നുള്ളതാണ് അർത്ഥം. ശരിക്കും അത്ഭുതത്തോടെ എന്നുള്ളൊരർത്ഥമുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു എന്നുള്ളതാണ്. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞുചിരുതാസ് നെയിം. ഈ കുഞ്ഞുചിരുതൻ്റെ പേരിനെ കൊണ്ട് അത്ഭുതപ്പെടുന്ന ആദ്യത്തെ ആളൊന്നുമല്ല പ്രകാശ് എന്ന് പറയുന്നത്. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവൾ സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ ഈ ഒരു ക്വസ്റ്റ്യന് അവൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. തീർച്ചയായും അവൾക്കറിയാം എങ്ങനെയാണ് അവൾക്ക് അവളുടെ ആ ഒരു പേര് കിട്ടിയതെന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ ഷീ ടോൾഡ് him about her great grandmother who became a school teacher at the age of 18. 18 വയസ്സായ സമയത്ത് സ്കൂൾ ടീച്ചറായിട്ട് മാറിയ അവളുടെ മുതുമുത്തശ്ശിയെ കുറിച്ച് അവൾ പറഞ്ഞു കൊടുക്കും. ടോൾഡ് പറഞ്ഞാൽ ടോക്ക്, അല്ലെങ്കിൽ ടോൾഡ് പറഞ്ഞാൽ പറയാം. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തശ്ശി. ഹു ബിക്കെയിം ആയി തീർന്ന ആരായിട്ട്? സ്കൂൾ ടീച്ചറായിട്ട് 18 വയസ്സിൽ. 18 എന്ന് പറഞ്ഞാൽ 18. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവളുടെ ഈ മുതുമുത്തശ്ശിയുടെ ഒരു ഫേഡിങ് ഫോട്ടോഗ്രാഫ്, ഒരു മാഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇവൾ കണ്ടിട്ടുള്ളൂ. കുഞ്ഞുചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. അതായത് കുഞ്ഞുചിരുത പിന്നീട് അമ്മയോട് പ്രകാശിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഈ പ്രകാശിൻ്റെ വില്ലേജ് അവരുടെ ടൗണിൽ നിന്നും അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലത്താണെന്നുള്ളത് അവൾ മനസ്സിലാക്കി. ലേൺഡ് പറഞ്ഞാൽ മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ചു. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. ഫാർ എന്ന് പറഞ്ഞാൽ അധികം ദൂരം എന്നുള്ളതാണ് ഫാർ. നോട്ട് ഫാർ എന്ന് പറഞ്ഞാൽ അധികം ദൂരം അല്ലാതെ. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി അഗോ. ഈ പ്രകാശങ്കളെ അമേരിക്കയിൽ വന്നത് ഒരു 50 വർഷം മുമ്പാണെന്നുള്ളതാണ് പറയുന്നത്. അത് 50 വർഷത്തോളമായി ഈ അമേരിക്കയിലേക്ക് പ്രകാശങ്കൾ വന്നിട്ട്. ഹാഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 50 വർഷം. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി സ്പ്രിംഗ് ബ്രേക്ക്. അതായത് സ്പ്രിംഗ് ബ്രേക്കിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക്, ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്. സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സമ്മർ വെക്കേഷൻ ഉള്ളതുപോലെ തന്നെ, നമ്മുടെ കേരളത്തിലൊക്കെ സമ്മർ വെക്കേഷൻ ഉള്ളതുപോലെ തന്നെ അവിടെയും സ്പ്രിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ബ്രേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വെക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെക്കേഷൻ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് എ ഗേൾ നെയിംഡ് ആൻറ്റോയിനെറ്റ്. ശരിക്കും ആൻറ്റോയിനെറ്റ് എന്നല്ല അത് പ്രൊനൗൺസ് ചെയ്യുക. താഴത്ത് പറയുന്നുണ്ട് ഓങ്ത്വാനെറ്റ് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. അതൊരു ഫ്രഞ്ച് നെയിമാണ്. അപ്പോൾ എ ഗേൾ നെയിംഡ് ഓങ്ത്വാനെറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞുചിരുതാസ് ക്ലാസ്. കുഞ്ഞുചിരുതാൻ്റെ ക്ലാസ്സിൽ ഈ കുട്ടി അഡ്മിഷൻ എടുക്കും. ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസിലീസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ മാർസിലീസ് എന്നുള്ള സിറ്റി എന്നാണ് ഈ ഓങ്ത്വാനെറ്റ് വരുന്നത്. ഹർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷീ വാസ് ഗിവൻ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ അവളുടെ അമ്മയ്ക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അതുകൊണ്ട് അവളുടെ ഫാമിലി ഒന്നായിട്ട് ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തത്, അതായത് താമസം മാറിയതാണ്. ഓങ്ത്വാനെറ്റ് ആൻഡ് കുഞ്ഞുചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും എന്താണ്, ഫ്രണ്ട്സ് ആയിട്ട് മാറി. കുഞ്ഞുചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ഓങ്ത്വാനെറ്റ്സ് നെയിം ടു. അതായത് ഈ ഓങ്ത്വാനെറ്റിൻ്റെ നെയിം പറയാൻ, അതായത് കുഞ്ഞുചിരുതൻ്റെ നെയിം പറയാൻ അവർ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ ഈ പേര് പറയാൻ നന്നായിട്ട് ട്രബിൾ ചെയ്യുന്നത്, അതായത് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. അമ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത്, ഫൈൻഡ് പറഞ്ഞാൽ കണ്ടെത്തിയത്. അതായത് കുഞ്ഞുചിരുത അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ അവൾ കണ്ടെത്തിയൊരു സംഭവമാണ്. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ് ഇറ്റ് ആസ് ആൻറ്റോയിനെറ്റ്.
കൂടുതൽ ആൾക്കാരും അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ആൻറ്റോയിനെറ്റ് എന്നുള്ള രീതിയിലാണ്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺ ഫ്രം ഓങ്ത്വാനെറ്റ് ദാറ്റ് ദ നെയിം ഓട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഓങ്ത്വാനെറ്റ്. അതായത് കുഞ്ഞിച്ചിരുത ഈ ഓങ്ത്വാനെറ്റ് എന്നുള്ള കുട്ടീൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണ്. ഇത് ആൻറ്റോയിനെറ്റ് എന്നല്ല ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, പകരം ഓങ്ത്വാനെറ്റ് എന്നുള്ളതാണെന്നുള്ളത് ആയിരിക്കണമെന്ന് കുട്ടീൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണ്. കാരണം ഒരു ദേ ബിക്കം ഫ്രണ്ട്സ്. കുഞ്ഞിച്ചിരുത ട്രൈഡ് ടു സേ ഇറ്റ് ദാറ്റ് വേ. കുഞ്ഞിച്ചിരുത ആ രീതിയിൽ പറയാൻ ശ്രമിക്കും. ട്രൈഡ് പറഞ്ഞാൽ ശ്രമിക്കുക. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. ഫ്യൂ ട്രയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമങ്ങൾക്ക് ശേഷം, കുറച്ച് ശ്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് അത് ശരിയായിട്ട് പറയാൻ കഴിഞ്ഞു. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഓങ്ത്വാനെറ്റ് പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ. അതായത് അവളെ പിന്നെയും സന്തോഷിപ്പിച്ചതല്ലേ, സർപ്രൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഓങ്ത്വാനെറ്റിന് ഈ കുഞ്ഞിച്ചിരുതൻ്റെ നെയിം നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈക്വലി എന്ന് പറഞ്ഞാൽ സമമായിട്ട്, അതായത് കുഞ്ഞിച്ചിരുതക്ക് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഓങ്ത്വാനെറ്റിന് കുഞ്ഞിച്ചിരുതൻ്റെ നെയിമും പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതായത് പറയാൻ കഴിയുന്നുണ്ട്. എസ്പെഷ്യലി അതായത് കുഞ്ഞി എന്നുള്ളതിൻ്റെ അഞ്ഞി എന്നുള്ള ആ ഒരു വാക്ക് നല്ലപോലെ പറയുന്നുണ്ട്. ഓങ്ത്വാനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. കുറച്ച് ദിവസത്തിന് ശേഷം ഓങ്ത്വാനെറ്റ് കുഞ്ഞിച്ചിരുതൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യും, അതായത് സന്ദർശിക്കും. ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ ഫ്യൂ എന്നുള്ള വാക്ക് നമ്മൾ കുറേ വട്ടപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. ഇപ്പോൾ ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം, ഫ്യൂ ട്രയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമങ്ങൾ, അങ്ങനെയാണ് ഈ ഫ്യൂവിൻ്റെ അർത്ഥം വരുന്നത്. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്ത്വാനെറ്റ് നെയിം റൈറ്റ്. കുഞ്ഞിച്ചിരുതക്ക് പിന്നെയും ഒരു അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് പോലും ഓങ്ത്വാനെറ്റിൻ്റെ നെയിം നന്നായിട്ട് പറയാൻ കഴിയുന്നില്ല. അമ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിശയം. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. ഇത് കുറച്ച് സമയത്തിന്, ഒരു നിമിഷത്തിന് അവൾ അമ്മയുടെ ലാംഗ്വേജ് ടീച്ചറായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാണ്ട്. അപ്പോൾ ആ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം. എന്തുകൊണ്ടാണ് പ്രകാശ് കുഞ്ഞിച്ചിരുതൻ്റെ പേരിൻ്റെ മുമ്പിൽ സർപ്രൈസ് ആയിപ്പോയത്? എന്തുകൊണ്ടാണ്? പ്രകാശ് തോട്ട് ദാറ്റ് നൗഡേയ്സ് നോബഡി ഗീവ് സച്ച് നെയിംസ് ടു ചിൽഡ്രൻ. അതായത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഇറ്റ പേരിടുന്നുണ്ട് എന്നുള്ളത് പ്രകാശ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം. എങ്ങനെയാണ് കുഞ്ഞിച്ചിരുതക്ക് ഈ ഒരു പേര് കിട്ടിയത്? ബിക്കോസ് അവിടെ തന്നെ ആൻസർ ഉണ്ട്. ബിക്കോസ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. The next question, what surprised Kunjichirtha when Onctwanet pronounced her name right? Because her classmates and teachers they became very trouble to pronounce Kunjichirtha's name. Next question നോക്ക. What surprised Kunjichirtha when Onctwanet pronounced her name right? എന്താണ് കുഞ്ഞിച്ചിരുതയെ സർപ്രൈസ് ആക്കിയത് ഓങ്ത്വാനെറ്റ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത സമയത്ത്? അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? ഷീ വാസ് ഈക്വലി സർപ്രൈസ് ടു ഫൈൻഡ് ഓങ്ത്വാനെറ്റ് പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ എസ്പെഷ്യലി ദ അതായത് കുഞ്ഞിച്ചിരുത എന്നുള്ളതിൻ്റെ അങ്ങി എന്നുള്ളതിൻ്റെ ആ ഒരു വാക്ക്, അതാണ് അവളെ വളരെയധികം സർപ്രൈസ് ആക്കിയിട്ടുള്ളത്. Why do you think Onctwanet was able to pronounce കുഞ്ഞിച്ചിരുതാസ് നെയിം fairly well? എന്തുകൊണ്ടാണ് ഓങ്ത്വാനെറ്റിന് കുഞ്ഞിച്ചിരുതൻ്റെ പേര് നന്നായിട്ട് പറയാൻ കഴിഞ്ഞെന്നുള്ളതാണ് ചോദ്യം. ബിക്കോസ് they spent a lot of time together and they become friends. അതായത് അവർ ഫ്രണ്ട്സായിട്ട് മാറിയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാളുടെയും പേരുകൾ പരസ്പരം നന്നായിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തതയും വൈവിധ്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ സൗന്ദര്യമാണ് ഈ ഒരു കഥയിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.